അടിപൊളി ഇഞ്ചിപ്പുളി റെസിപ്പിയായിട്ടാണ്. സാധാരണ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് തേങ്ങയും ഇഞ്ചിയും സ്ലൈസ് ചെയ്തതിന് ശേഷം നല്ലോണം ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ തേങ്ങ ഞാൻ യൂസ് ചെയ്യുന്നില്ല, പകരം ഇഞ്ചി വറക്കുന്നതുമില്ല. പച്ച ഇഞ്ചി കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇഞ്ചിപ്പുളി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ, നമുക്ക് എത്രയാണ് ഇഞ്ചി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇഞ്ചി നല്ലോണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്. ഇത് ഒരു 5 പച്ചമുളകുണ്ട്, അത് ചെറുതായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഒരു 5 ചുവന്നുള്ളി, അതും നല്ലതുപോലെ അരിഞ്ഞ് വെച്ചത്. ഒരു തുടം പിഴിപുളി പിഴിഞ്ഞ് അതിൻ്റെ പുളി പിഴിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യം ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി നമ്മൾ തൊലി കളഞ്ഞ് വെച്ചത് മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. അരച്ച ഇഞ്ചി റെഡി. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം. ചട്ടി നല്ലോണം ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ ഒഴിച്ചാൽ ചട്ടി നല്ലോണം ചൂടായി. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ല ബ്രൗൺ നിറമായി. ഇനി നമുക്ക് ഇതിനകത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നു, നല്ല ബ്രൗൺ കളറാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കും. അതിനുശേഷം ഈ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടത്. ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു 2 സ്പൂൺ വെള്ളം,
ടേസ്റ്റായ ഇഞ്ചിപ്പുളി അച്ചാർ റെഡി. എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു തരം ചോറ് കഴിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.